ഇടവൺ ക്ഷേത്രഗിരിയിൽ പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രത്തിലെ അന്തേവാസിയായ 72-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി. തെന്മല പഞ്ചായത്ത് 14-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന പുനർജനി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. സംഭവത്തിൽ അഭയകേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിൽ ഒരാളായ ബ്രഹ്മദാസിനെ തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിക്രമത്തിനെതിരായ വയോധികരായ 72ഉം 70ഉം വയസ്സുള്ള സ്ത്രീകളിൽ നിന്നും തെന്മല പോലീസ് മൊഴി ശേഖരിച്ചു വരികയാണ്. വെള്ളിയാഴ്ച രാവിലെ അഭയകേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തെത്തിയ 2 വയോധികരായ സ്ത്രീകൾ സമീപത്തെ വീടുകളിലെത്തി തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം പങ്കുവയ്ക്കുകയായിരുന്നു. ഇവനെയൊക്കെ മുട്ടയെ കൂടെ എഴുതിപ്പിക്കണം. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഈ പ്രായത്തിൽ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നല്ല മുള്ളുമുരിക്കൽ കിട്ടും. അത് വെച്ചിട്ട് എന്താ പറയണ്ടേ, മുട്ടടിക്കണം. മുട്ടയില എല്ലാം അടിച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് മുട്ട കൂടെ എഴുതിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് ആ ഒരു പെയിൻ അനുഭവിക്കണം. കാരണം മുട്ട ഇരിക്കുമ്പോഴാണ് ലോകന്മാർക്ക് കൂടുതലും കൂടെ വരുമൊക്കെ ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലും പറയുന്നില്ല, വിവരമുള്ളവർക്ക് അത് മനസ്സിലായി കാണാം. ഇവനൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കി. ചില അമ്മമാർ വീട്ടിലെ സിറ്റുവേഷൻ കാരണമായിരിക്കും അവിടെ വന്ന് നിൽക്കുന്നത്. ചില മക്കളൊക്കെ വിദേശത്ത് പോകുമ്പോൾ ചിലവരൊക്കെ ഇതുപോലെ കൊണ്ടു നിർത്തുകയൊക്കെ ചെയ്യും. ചില അമ്മമാർക്കൊക്കെ ഓക്കെയാണ്, ചിലവർക്കൊക്കെ ഭയങ്കര വിഷമമായിരിക്കും അവർക്കൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും വളർത്തി നല്ല രീതിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ആരുമില്ലെന്ന് പറയുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും അവർ അവസാനം വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ ഇതുപോലുള്ള ക്രിമികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാനൊക്കെ എൻ്റെ വീട്ടിൽ കിടന്ന് ബഹളമൊക്കെ വെക്കുകയൊക്കെ ചെയ്യും. അമ്മ വൃത്തിയില്ലാത്തില്ല ഇതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഞാൻ ചിലപ്പോൾ ഇച്ചിരി മുറുക്ക സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നേരത്തേക്ക്. ഇപ്പം ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരുടെ വിചാരം വീട്ടുകാർക്ക് വാല്യൂ കൊടുക്കത്തില്ല, എന്നാൽ പിന്നെ മോനോ കൊടുക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് ആട്ടിവിടാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിൽക്കുന്ന കുറേ ടീംസുകളുണ്ട്. പക്ഷേ നമ്മുടെ അടുത്തൊന്നും അങ്ങനെയില്ല, നമ്മുടെ അടുത്ത് വരത്തില്ല. വന്നാൽ നമ്മുടെയൊക്കെ മൈൻഡ് വേറെ ലെവലാണെന്ന് ആൾക്കാർക്ക് അറിയാം. കാരണം നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മൂന്നാമതൊരാൾ കയറി സംസാരിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ ഓരോരുത്തരൊക്കെ ഈ അച്ഛനും അമ്മയൊക്കെ അവിടെയൊക്കെ കൊണ്ട് നിർത്തുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ ഉള്ളു പടയ്ക്കുന്ന കാര്യങ്ങളല്ല. എനിക്കൊന്നും ഇത് പറ്റത്തൊന്നുമില്ല. ഞാൻ പറയില്ല, എനിക്ക് എന്തെങ്കിലും ദേഷ്യമോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയുന്നൊരു വ്യക്തിയാണ്. അത് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി. പക്ഷെ അവർക്കൊന്നും ഈ ഒരു അവസ്ഥ ഓർക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇവൻ ചെയ്ത തെറ്റിന് ഇവൻ അനുഭവിക്കണം. എന്തായാലും ആ ന്യൂസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ വെച്ചുതരാം. അതുപോലെ തന്നെ ഇത് കാണുന്നവരോടും പറയാം. ഒറ്റ കാര്യം പറയാനുള്ളത്, നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അച്ഛനും അമ്മമാരൊക്കെ തന്നെ കാരണമാണ്. അതുകൊണ്ട് ഓർത്താൽ നല്ലതായിരിക്കും. അങ്ങനെയാണ് അവർ ആരുടെയെങ്കിലും മുമ്പിൽ ഒന്ന് തല കുലിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ എൻ്റെ മുമ്പിൽ കാണാൻ ഞാനത് അപ്പോഴത്തേക്ക് ഞാൻ കയറി ഇടപെട്ടു. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ചിലപ്പോൾ ഞാനായിരിക്കും വയലൻ്റ് ആകുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഇമേജ് പോകാതിരിക്കാം. പക്ഷെ വീട്ടുകാരുടെ മുമ്പിൽ താഴരുത്, അതെൻ്റെ ഒരു ഇതാണ്. ഇപ്പം ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അമ്മമാർക്ക് ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ അവിടെ പോയി താമസിക്കുകയൊക്കെ ചെയ്തേ, ആണോ അല്ലയോ? അതുകൊണ്ടല്ലേ ഇതുപോലുള്ള അവന്മാരൊക്കെ കയറി ഇതുപോലുള്ള തോന്നിവാസങ്ങളും കാര്യമൊക്കെ കാണിക്കാൻ നോക്കുന്നത്. കാരണം അനാഥാലയ വേറെ എങ്ങും പോകാൻ അവർക്ക് വേറെ മാർഗ്ഗമോ കാര്യങ്ങളൊന്നുമില്ല, ഒരു മാർഗ്ഗവും ഇല്ല. അതുകൊണ്ട് ഇവനെപ്പോലുള്ള നടത്തുന്നവന്മാർക്കൊക്കെ വഴങ്ങി കൊടുക്കണം. അവനാൾ കൊള്ളാലോ, പടുകളവനാ. ഇവിടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഉടൻ തന്നെ വീട്ടുകാർ പ്രദേശത്തെ ജനപ്രതിനിധികളെയും പോലീസിനെയും വിവരം അറിയിച്ചു. തെന്മല പോലീസ് സ്ഥലത്തെത്തി ഇവരുടെ മൊഴി ശേഖരിച്ച ശേഷം അഭയകേന്ദ്രത്തിലെ നടത്തിപ്പുകാരിൽ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കുന്നൻമുകളിലെ ഒരു വീട്ടിലാണ് അഭയകേന്ദ്രം പ്രവർത്തിക്കുന്നത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ശുചിത്വമില്ലാതെയാണ് അന്തേവാസികളെ പാർപ്പിച്ചിരിക്കുന്നത്. ഒരു മുറിക്കുള്ളിൽ 7 പേരെ വരെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ പേർക്കും നടക്കാൻ പോലും കഴിയാത്ത അവശതയിലുള്ളവരാണ്. മദ്യപിച്ചിരുന്ന നടത്തിപ്പുകാരൻ നിരന്തരം തങ്ങളെ ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയമാക്കിയിരുന്നുവെന്ന് വയോധികർ പറയുന്നു. ഈ ഒരു വിഷയം പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. പരമാവധി ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഷെയർ, ലൈക്ക്, സബ്ബും ഒക്കെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ആൾക്കാരുടെ അടുത്ത് എത്തണം. കൂടുതൽ ഇതുപോലുള്ള വിവരങ്ങളും കാര്യങ്ങളും എത്തണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. പണ്ടൊന്നും ഞാൻ ലൈക്കോ സബ്ബോ ഒന്നും ചോദിക്കാത്തൊരു വ്യക്തിയായിരുന്നു. ഈ ലൈക്കും ഈ ഷെയറും ഒക്കെ ചോദിക്കുന്നത് വെച്ചാൽ ആൾക്കാരുടെ അടുത്ത് എത്താൻ വേണ്ടി മാത്രമാണ്. കാരണം ഇതുപോലുള്ള വിഷയങ്ങളൊന്നും എത്തുന്നില്ല. ലൈക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് എത്തും. അതിനുവേണ്ടിയാണ് ഇത് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ചില ആൾക്കാരൊക്കെ പറയും, നാണമില്ലേ, ഞാൻ ആരുടെ മരണക്കേസിലോ ഒന്നും വന്നിട്ട് ഇതുപോലെ ലൈക്കും സബ്ബും ഒക്കെ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് വേറെ കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വിഷയത്തിൻ്റെ ഒരു 3-ാമതോ 4-ാമതോ 5-ാമതോ എപ്പിസോഡ് 5-ാമത്തെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ചോദിക്കാറുള്ളൂ. അത് വേറെ കാര്യം. ഓക്കെ, ഇത് എന്തായാലും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം ഇതുപോലുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ. ഇതൊരു മെസ്സേജും കൂടാണ്. കാരണം ഈ മക്കളെ, ഈ അമ്മമാരെ കേട്ടിട്ട് ദൂരെ UK-യിലും അവിടെയൊക്കെ പോയി നിൽക്കുന്ന മക്കളും കൂടെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ അവിടെ നല്ല ലൈഫും അടിച്ച് പൊളിച്ചൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മ നാട്ടിലുണ്ടല്ലോ, ഒരു 10,000 20,000 30,000 ഒക്കെ അയച്ചു കൊടുക്കുമായിരിക്കും ചിലപ്പം. അമ്മ ഹാപ്പി അല്ലേ? പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങളവിടെ കുടുംബത്തോടെ സന്തോഷിക്കുന്ന പോലെ നിങ്ങളുടെ അച്ഛനും അമ്മയും സന്തോഷിക്കുന്നുണ്ടോ? ഓക്കെ,
ഞാനത് ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തായാലും പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ കാണുന്നവരൊന്ന് സബ്ബും കൂടെ ചെയ്തു. 6 മാസമായി ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ 6 മാസം കൊണ്ട് അടി ഇടി 4 പെണ്ണുങ്ങളെ അടിച്ചു കൊന്ന് അതുപോലെ ഞാൻ കണ്ടതാണ് സാറ്. അതുകൊണ്ട് ഇപ്പം മെനിയാന്ന് അങ്ങനെ മദ്യം കുടിച്ചിട്ട് 3 കുപ്പി മദ്യം എടുത്ത് കട്ടിലിന്റെ അകത്ത് വെച്ചിട്ട് ആദ്യം 2 കുപ്പി പൊട്ടിച്ച് കുടിച്ചിട്ട് 3ാമത് ഒരു കുപ്പി എടുത്ത് ഗ്ലാസ് വിട്ടിട്ട് വെള്ളം വെത്തി എനിക്ക് തരുന്ന ഞാൻ കുടിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുടിക്കൂല, എനിക്ക് കുടിച്ചൂടാ, സുഖം ഇല്ലാത്തോണ്ട് കുടിച്ചൂടാന്ന്. അങ്ങനെയാണ് അവിടെ പെരിക്കത്തിട്ട് അടിക്കാൻ ചെയ്ത് പെരിയെ പൊട്ടിട്ട് അതും ഈ തുണികൾ മൊത്തം ഊരിട്ട് അങ്ങനെ ഭാര്യ എന്തെല്ലാം ചെയ്യോ അതുപോലെ ചെയ്ത്. അതുകൊണ്ട് ഞാൻ എന്റെ അമ്മച്ചിന്റെ ഞാൻ വന്ന പുറത്ത് അമ്മച്ചി എന്നെ അടിക്കാൻ വരിങ്ങ എന്തെന്ന് പറഞ്ഞ പിന്നെ സാറന്മാര് അതുകൊണ്ടാണ് എന്റെ അമ്മച്ചെ വിളിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് പോയത്. അതുകൊണ്ട് ആ ചേച്ചി അവിടെ തടഞ്ഞ നിർത്തി ഞങ്ങള് അതുകൊണ്ട് എത്ര നാളുകളായാലും ഞങ്ങൾക്കൂടെ അങ്ങനെ കുടിച്ചിട്ട് കുടിക്കാത്തോണ്ട് അങ്ങനെ കാര്യം മൊത്തം കണ്ട് ഭാര്യ കാണുമ്പോ കണ്ട ഈ തുണികള് ഈ തുണിയായിട്ട് ഈ തുണി ഊരിയിട്ടാണ് അങ്ങനെ കണ്ടത്. കണ്ടിട്ട് കയറിട്ട് ഈ കയറുണ്ട് നിങ്ങൾ 2 പേരും കൂടെ അടിച്ചു കൊന്നു കെട്ടി തൂക്കുമെന്ന് എന്റെ പറഞ്ഞതാണ് സാറ്. അപ്പൊ 4 ഭാര്യ ഉള്ളപ്പോ അടിച്ചു കൊന്നു. അവനെ എന്തോ ചെയ്യണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവനെ എന്ത് ചെയ്യണം? ഞാനിപ്പോൾ പരമാവധി പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ വീഡിയോ കൂടെ വന്ന് വല്ല ഷോ ഓഫ് ഒക്കെ ചെയ്യുമായിരിക്കും. നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു 5-8 വർഷം കൊണ്ട് ഒതുങ്ങിപ്പോയതാണ്. നമ്മുടെ കാര്യം നോക്കി പോവാണ്. ഒരു 7 വർഷം കൊണ്ട്. അതുകൊണ്ടൊക്കെ ഇപ്പോഴത്തെ പീക്കറി പിള്ളേരൊക്കെ വന്നിട്ട് വലിയ ഡയലോഗൊക്കെ അടിക്കുമ്പോഴും നമുക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം അന്ന് ഉണ്ടാക്കി വെച്ചത് നല്ല രീതിയിലാണ്. ഞാൻ വലിയ മാസോ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, അവിടെ പോയി അവനെ പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് നല്ല രീതിക്ക്. കൈ കിട്ടി ഇതുപോലുള്ള കേസ് കെട്ടുകളൊക്കെ കിട്ടി എൻ്റെ ഉറപ്പായിട്ടും കയ്യിൽ നിന്ന് മേടിക്കും. അത് ആ ഒരു മൈൻഡാണ്. ഇതൊരു വല്ലാത്തൊരു കേസ് കേട്ടോ. ആ അമ്മ പറഞ്ഞു കേട്ടില്ലേ, അപ്പം എങ്ങനെ പാവത്തിന് അതിനെക്കുറിച്ച് പറയണമെന്ന് പോലും ഒന്നും അറിയില്ല. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഭാര്യ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അവനെ വെറുതെ വിടരുത് ഇതുപോലുള്ളവന്മാരെയൊക്കെ, നായ്ക്കളെയൊക്കെ. ഞാൻ 5 പോലീസുകാരെ ഇവിടെ എത്തിച്ചത്. ഒരു രാത്രി ഒരു പകലും കൊണ്ടാണ് ഇങ്ങനെ നിന്നത്. എനിക്ക് ഇഷ്ടമല്ല ഇവിടെ വരാൻ. എനിക്ക് ഒക്കൂലെന്ന് പറഞ്ഞ ഒരു വീട് വാടക എടുക്കാന്ന് പറഞ്ഞാൽ ആ വീട് പറഞ്ഞു ഒക്കത്തില്ല, അവർക്ക് വീട് മാറ്റി കൊടുക്കണം. അങ്ങനെ ഞാൻ അറിയാണ് ഇതെല്ലാം ഇവിടെ സംഭവം വെച്ചതല്ല. അങ്ങനെ രാവിലെ എനിക്ക് ഒറ്റ ഒരാങ്ങളെ ഉണ്ട്. ആങ്ങളെക്ക് സുഖമില്ലാത്ത അവൻ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞ് എന്റെ നാട്ടും സമ്മതിക്കില്ല. അതൊന്ന് ഒരു അനിയത്തിയുണ്ട്, അവൾ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവും മക്കളും സമ്മതിക്കില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോ പറഞ്ഞ വീട് വാടകയ്ക്ക് എടുക്കാന്ന് പറഞ്ഞപ്പോ ഇവിടെ കൊണ്ടുവന്നപ്പോ ആ സ്ത്രീ മരിച്ചു ഒരാഴ്ച ആയപ്പോ. അങ്ങനെ ഈ സ്ത്രീ എന്നോട് പറഞ്ഞ അമ്മ ഇവിടെ നിൽക്കണ്ട, അവള് ഞാൻ മരിച്ചു പോയ ഇവിടെ പല ആളുകളും ഇവിടെ വരുമ്പം മണിക്കുട്ട ചാരായ വീട്ടിൽ കുടിക്കും, ആളുകൾ ഇവിടെ വരുത്തും. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു കാര്യം ചെയ്യും, അമ്മ ആരെങ്കിലും കൂടെ പറഞ്ഞ അമ്മ ഇവിടെ രക്ഷപ്പെടിക്കാൻ പറഞ്ഞു. എനിക്ക് അതില് ഒരുത്തൂടെ ഞാൻ പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞ ഒരു വെളുത്തൂടെ ആ അവൻ ഈ വേറൊരു പൊണ്ണത്തിനുണ്ടല്ലോ അവന്റെ പേര് അവരുടെ പറഞ്ഞു. അവനത് കേട്ടുകൊണ്ട് ഇവരുടെ പറഞ്ഞു. അന്ന് തൊട്ട് എന്നോട് ശല്യ, അവനെന്നെ വേണം, ഞാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ്. കുളിപ്പേരെ കുളിക്കാൻ ഒക്കില്ല, അവന്റെ അതിലിട്ട് ഇത് നിർത്തും. ഇത് വെച്ചിട്ട് അത് കണ്ടിട്ട് അവന്റെ ഫോട്ടോത്തിൽ പിടിക്കും. ഫോട്ടോ പിടിച്ചിട്ട് അവനെ വേണ്ടാത്തൊക്കെ എന്നോട് പറഞ്ഞിട്ട് പറയും എന്നെ വേണം പറഞ്ഞ് ഈ കഥ തുറക്കും. ഇവിടെ ഒന്ന് മുട്ടിയിരിക്കും. അവസാനം ഈ കൊച്ചു 2 പിള്ളേർ ഈ പെണ്ണിനെ 3 ദിവസം കൊണ്ട് അതിനെ കൊണ്ടുപോകുന്നു എന്നെ കിട്ടാത്തത്. അവന് ഇന്നലെ അവൻ എന്റെ തുടങ്ങി കഥ തുറന്നു വെച്ചിട്ട് പറഞ്ഞു ഇന്നാവട്ടെ മനസ്സിലായ ഇന്നേ വരാൻ. എനിക്ക് ഒരു മനസ്സിനൊരു സ്വസ്ഥത കിട്ടി. ഞാൻ ഇങ്ങനെ പറഞ്ഞ് വേറെ ഒക്കെ പറഞ്ഞ് ഇന്ന് എനിക്ക് കൊണ്ടു പോണം, റേഷൻ കടയിൽ പോകണം. അന്നേരം ഇവിടെ വന്നത് ഞാൻ അറിഞ്ഞപ്പോ മനസ്സിൽ കണ്ടു ഇനി എനിക്ക് അത് കൂട്ടത്തില്ല, കൂട്ടാതെ പോവാണെങ്കിൽ ഞാൻ ഈ ഇന്നലെ എവിടെ പറഞ്ഞു അമ്മക്ക് ഇന്ന് രക്ഷപ്പെടിക്കാം. ഞാൻ പറഞ്ഞു എങ്ങനെ പോകും, കൈ അടുത്ത് പൈസ എടുക്കാനില്ല. ഇവിടെ നടന്ന അമ്മക്ക് അറിയാം ഏത് വഴി പോയാൽ. അല്ല അമ്മ ഒന്ന് നോക്കും നമുക്ക് എവിടെങ്കിലും പോകാം. അന്ന് ഞാൻ നോക്കിയപ്പോ ഇപ്പുറത്ത് ഒരു വീട്ടിൽ അവിടെ ഞാൻ തോന്നുന്നു. അങ്ങനെ അത് പറഞ്ഞു അമ്മ ഞാൻ നോക്കിട്ട് എങ്ങനെയെങ്കിലും പോവാ പറഞ്ഞു. ആ പൈസ മേടിച്ചു ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ദിവസങ്ങളെ ഞാൻ കണ്ട് എന്നെ നിങ്ങളെ അവിടെ പിടിച്ചു നിർത്തിയപ്പോ ഞാൻ ഇതുപോലെ ഞങ്ങൾ പറഞ്ഞു അമ്മ എങ്ങോട്ടും വിടത്തില്ല, ഇന്ന ആളുകളെ വിളിച്ച് നമുക്ക് എന്തോ വേണമെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ. പിന്നെ സ്ഥാപനത്തിന്റെ ലൈസൻസും നടത്തിപ്പ് പ്രവർത്തനം ഒന്ന് ആലോചിച്ച് നോക്കി.
പാവങ്ങളൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചു കൂട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എടാ ഇങ്ങനെയൊക്കെ ഉള്ള അനാഥാലയത്തിൽ ഞാൻ ഇപ്പോഴും കാണുന്നവരോട് ഒരു കാര്യം പറയാം, ഉണ്ടെങ്കിൽ എടാ വിളിച്ച് വീട്ടിൽ വല്ലതും കൊണ്ടുപോകണേടാ. നിങ്ങളുടെ സുഖവും സന്തോഷവും ഒക്കെ വെച്ച് നിങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് അടിച്ചു പൊളിക്കുമായിരിക്കും, പക്ഷേ ഇവരെയൊക്കെ കാര്യങ്ങളൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. നോക്കട്ടെ ബാക്കി. ഉൾപ്പെടെ തെന്മല പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. തെന്മല പഞ്ചായത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. പോലീസിന്റെ ഒരു കണ്ണപ്പൊടി ഇവിടെ ഉണ്ടാവും. ഏകദേശം 10:40 ഇവിടെ പെയിന്റിങ്ങിന് വന്ന വെല്ലുവിളി സൃഷ്ടിച്ച നോബിളാണ് ഞാൻ വിളിക്കുന്നത്. നോബിൾ ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞ് പുനർജനി അഭയത്തിൽ നിന്ന് 2 അമ്മമാര് കടഞ്ഞോണ്ടുകൂടി അടുത്തുള്ള വീടുകളിൽ അഭയം തേടിയെന്നാണ് പറഞ്ഞത്. ഉടൻ തന്നെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേന് കടഞ്ഞോണ്ടിരിക്കുന്ന 2 അമ്മമാരാണ് കാണുന്നത്. അവരോട് കാര്യം ചോദിച്ചപ്പോൾ അവര് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നടക്കാത്ത കാര്യങ്ങളാണ് ഈ പുനർജനി അഭയകേന്ദ്രത്തിൽ നടന്നത്. അവരെ ഇതിന് നടത്തിപ്പുകാരനായ ബ്രഹ്മദാസ് എന്ന വ്യക്തി നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ അവരെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ ഏകദേശം 12ഓളം പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. അവര് വന്ന് നമ്മൾ ഇന്നത്തെ സ്ഥലത്തൊന്ന് കാണാൻ സാധിച്ചപ്പോൾ വളരെ മലിനമായിട്ട് മലമൂത്ര വിസർജനം നടത്തിയ കട്ടിലിനകത്താണ് അവരെ കിടക്കുന്നതാണ് കണ്ടത്. ഇതിന് 9 ആണുങ്ങളും 3 സ്ത്രീകളും ഉണ്ട്. അതിനകത്ത് ഈ 2 സ്ത്രീകളോടായിരുന്നു ഈ ബ്രഹ്മദാസ് എന്ന വ്യക്തി ഇവരെ ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. രാവിലെ തന്നെ അറിയാം. ഓക്കെ, നാട്ടുകാരൻ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ഇനി ബ്രഹ്മദാസിന്റെ ബാക്കിയും കൂടെ കാണാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനിരിപ്പുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഞാൻ മെയിനായിട്ടൊന്നും കൂടുതൽ സംസാരിക്കുന്നത്, തുടക്കം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും മൈൻഡ് ചെയ്തിരിക്കുക. ഇത് നിങ്ങൾ കണ്ടുപോയാൽ മാത്രം മതി. ഇതിപ്പോൾ കണ്ടുപോയാൽ മാത്രമല്ല, കാരണം ഇത് കുറച്ച് ആൾക്കാരുടെ അടുത്ത് എത്തുന്നത് നല്ലതായിരിക്കും ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ. അങ്ങനെയെങ്കിലും ഒരുത്തനെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ ഈ അമ്മമാരൊക്കെ ഇതുപോലുള്ള സ്ഥലത്ത് പോയി നിൽക്കത്തില്ല. ഒരു പ്രശ്നമുണ്ട്. അവര് പ്രായമായ സ്ത്രീകളെ അവര് ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അറിവിലാണ് വന്നത്. അങ്ങനെ വന്നപ്പോ അമ്മമാര് പറയുന്നത് ഇതാണ്, അവരെ രാത്രി എടുത്തുകൊണ്ട് പോയി ശാരീരികമായി ഉപദ്രവിക്കാനും അവരെ വെള്ളം കൊടുത്ത് ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട്. രാത്രി 2 മണി 3 മണിയൊക്കെ ആയി അവരെ എടുത്തോണ്ട് പോയി വേറെ റൂമിലാക്കി അവർക്ക് വെള്ളം കൊടുക്കുന്നത് അവര് തട്ടിക്കളയുമ്പോൾ അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട്. എന്നിട്ട് അസ്ത്രീമക്കൾ അവരോട് പറയുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അയൽക്കാരാണ് വിളിച്ചത്. ഇതുപോലെ 2 അമ്മമാർ ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തെ അവരോട് കാര്യം തിരക്കിയപ്പോ അവരിതുപോലെ അവരെ ഉപദ്രവിക്കുകയാണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികമായിട്ടും ഒക്കെ അവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ 2 മാസമായതേ ഉള്ളൂ ഇവിടുത്തെ ചേച്ചി ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ആള് മരിച്ചുപോയി. അന്നൊക്കെ ഇവിടെ വരുമ്പോഴൊന്നും ഇവിടെ ഇപ്പൊ ഒരു 9 പേരോളം ആണുങ്ങളുണ്ട്, അവരൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് തിരക്കിയപ്പോ 10 ദിവസമായതേ ഉള്ളൂ അവരെത്തിയില്ലെന്നാണ് പറഞ്ഞത്. മറ്റേ 4 പേരായിരുന്നു. അതിവരെ അമ്മച്ചി 6 മാസം മുമ്പ് മരിച്ചു. അവര് നമ്മുടെ പാരിപ്പള്ളിയുള്ളായിരുന്നു. അവരെ ബോഡിയൊക്കെ അവരെ ബന്ധുക്കളൊക്കെ കൊണ്ടുപോയി. അന്നത്തെ ഞാൻ വരുമ്പോഴൊന്നും പ്രശ്നങ്ങളില്ലായിരുന്നു. ഈ അമ്മച്ചിമാര് 3 പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അകത്ത് അമ്മച്ചി വേറെ അമ്മച്ചിയുള്ള അവരോട് കാര്യം തിരക്കിയപ്പോഴും അവരെന്നോട് അങ്ങനെ ആകെ പശിലും പറഞ്ഞത് ഇതുപോലെ ഒരാൾ നിന്ന് കള്ളു കൊടുത്ത് എടുത്തോണ്ട് പോയി എന്നൊക്കെയാ പറഞ്ഞത്. മറ്റേ സ്ത്രീകളും എന്നോട് അങ്ങനെ ഞാൻ സംസാരിച്ചു. ഇതെല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ, ഈ ഒരു സംഭവങ്ങളും കാരണമൊക്കെ. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം, കേരള മുഖ്യമന്ത്രി, ഇതിപ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ട് കേരള മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഇതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള അനാഥാലയങ്ങളിലൊക്കെ ഒരു പ്രത്യേക അന്വേഷണങ്ങളും പോലീസിനെ മാസം മാസം വിടുക, ആൾക്കാരെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഇത് കൊണ്ടുവരണം. അതുകൊണ്ടെങ്കിൽ നല്ലതായിരിക്കും ഒരുപാട്. കാരണം എത്ര സ്ഥലങ്ങളിൽ കേരളത്തിൽ ഇങ്ങനെ പെട്ടുകിടക്കുന്ന സ്ത്രീകളുണ്ടെന്ന് ഞാൻ ആർക്കറിയാം. അടുത്ത സമയത്ത് ജീവമാതയുടെ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലും കുറേ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കിട്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ അവരവരുടെ സുഖത്തിനും അവരുടെ വീട് മെച്ചപ്പെടുത്താൻ മാത്രം ഉണ്ടാക്കുന്ന കുറേ ടീംസുകൾ. എന്നാൽ പാവങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള അനാഥാലയത്തിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിനെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഞാനൊന്ന് തിരക്കട്ടെ, തിരക്കിട്ട് പറയാം. എന്തായാലും അവൻ ഇനി പുറം ലോകം കാണരുത്. ഈ അമ്മമാരുടെ അടുത്ത് ഇത്രയൊക്കെ കാണിച്ചു, കുറഞ്ഞത് അവനെ ഒരു ജീവപര്യന്തരം തന്നെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.